നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിലൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ ശാസിച്ചപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയുടെ തലവൻ തന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയോട് ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിധം രോഷാകുലരായിരിക്കുന്നു. ഇതിന് പിന്നാലെ ട്രംപ് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു, അതെ, ഞാൻ നെതന്യാഹുവിനെ ഭ്രാന്തനെന്ന് വിളിച്ചു എന്ന്. അമേരിക്ക പോലും വിലക്കിയിട്ടും നെതന്യാഹു എന്തുകൊണ്ടാണ് ലെബനനിൽ ഈ ചാവേർ കളിക്ക് മുതിരുന്നത്? ലെബനനെ മറ്റൊരു ഗാസയാക്കാൻ നെതന്യാഹു നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഒരുപക്ഷെ ഈ യുദ്ധം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അവസാനത്തെ യുദ്ധമായി മാറുമോ? മിഡിൽ ഈസ്റ്റിനെ നടുക്കുന്ന ആ അണിയറ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിലാണ് കൈവിട്ടു പോകുന്നത്. അതെ, ലെബനനിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് വെറുമൊരു വ്യോമാക്രമണമല്ല, മറിച്ച് 1/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ക്രൂരവും അതിശക്തവുമായ കരയുദ്ധമാണ്. അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലെബനന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും 20% ഭാഗവും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈ മുന്നേറ്റത്തിൽ തെക്കൻ ലെബനനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ട ഇസ്രായേൽ പിടിച്ചെടുക്കുകയും അവിടെ തങ്ങളുടെ പതാക നാട്ടുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നബാത്തിയ നഗരത്തിന്റെ അതിർത്തികളിലേക്ക് ഇസ്രായേലിന്റെ മെർക്കാവെ ടാങ്കുകൾ ഇരച്ചു കയറിയിരിക്കുകയാണ്. മുമ്പ് ലിറ്റാനി നദിക്ക് തെക്കുള്ള പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആക്രമണം ഇപ്പോൾ അതിനുമപ്പുറം സഹറാനി നദി വരെയുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ നെതന്യാഹു ഉത്തരവിട്ട് കഴിഞ്ഞു. ഷെബ ഹെയ്റ്റ്സ്, വാദി അൽസുലഖി എന്നീ അതിർത്തി മലനിരകളിലൂടെ ഇസ്രായേലിന്റെ കമാൻഡോ ഡിവിഷനുകൾ ലെബനന്റെ ഹൃദയഭാഗത്തേക്ക് കുതിച്ചു പായുകയാണ്. വ്യോമാക്രമണങ്ങളുടെ തീവ്രത നോക്കിയാൽ ലെബനൻ എന്ന രാജ്യം നിലനിൽക്കുമോ എന്ന് തന്നെ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദാഹിയ എന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ഇന്ന് വെറും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. ടയറിലും ബെക്ക വാലിയിലും ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബോംബുകൾ വർഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം നെതന്യാഹു ലെബനനെ മറ്റൊരു ഗാസയാക്കുകയാണോ എന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ മറുപടി വ്യക്തമാണ്, തങ്ങളുടെ ലക്ഷ്യം ഭീകരവാദികളെ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നത് മാത്രമാണ്. ഇവിടെയാണ് ചരിത്രത്തിന്റെ കറുത്ത ഏടുകളിലേക്ക് നമ്മൾ നോക്കേണ്ടത്. 70കൾക്കും മുമ്പ് കിഴക്കിന്റെ പാരീസ് എന്നാണ് ലെബനൻ അറിയപ്പെട്ടിരുന്നത്. ലോക പ്രശസ്ത പ്രണയ കവിയായ ഖലീൽ ജിബ്രാന്റെ ജന്മദേശം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച സർവകലാശാലകളും ബാങ്കിംഗ് സംവിധാനവും ഉള്ള സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു ലെബനൻ. ക്രൂഡ് ഓയിൽ സ്വന്തമായിട്ടില്ലായിരുന്നിട്ടും കേവലം ടൂറിസവും കച്ചവടവും കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ വമ്പൻ സാമ്പത്തിക ശക്തിയായി ലെബനൻ മാറി. 1960കളിൽ പുറത്തിറങ്ങിയ ആൻ ഈവനിങ് ഇൻ പാരീസ് എന്ന ഹിന്ദി സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് അത്രമേൽ മനോഹരമായ ലെബനീസ് തെരുവുകളിലായിരുന്നു. തുടക്കത്തിൽ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലെബനന്റെ വിധി മാറ്റി എഴുതിയത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷമാണ്. 1948ലും 67ലും ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾ അവിടെ എത്തി. 1971 യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO തങ്ങളുടെ പ്രധാന ആസ്ഥാനം ലെബനനിലേക്ക് മാറ്റിയതോടെ രാജ്യം കടുത്ത ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. ഇടതുപക്ഷക്കാരും ഫലസ്തീനികളും ഒരു വശത്തും ക്രൈസ്തവരും സുന്നി ഡ്രൂസ് വിഭാഗങ്ങൾ മറുവശത്തുമായി മാറിയുള്ള രക്തരൂക്ഷിതമായ യുദ്ധത്തോടെ ശക്തമായൊരു ഭരണകൂടം തന്നെ ഇല്ലാതായി മാറി. 1976ൽ സിറിയൻ സൈന്യവും അവിടെ എത്തി. ഇന്ന് ഔദ്യോഗികമായി 55% മുസ്ലിങ്ങളും 45% ക്രിസ്ത്യാനികളുമാണ് കണക്കിലുള്ളത്. മതവൈവിധ്യം കാരണം കൺഫെഷണലിസം എന്ന പ്രത്യേക രാഷ്ട്രീയ സംവിധാനമാണ് അവിടെയുള്ളത്. അതനുസരിച്ച് പ്രസിഡന്റ് ക്രിസ്ത്യാനിയും പ്രധാനമന്ത്രി സുന്നി മുസ്ലിമും സ്പീക്കർ ഷിയ മുസ്ലിമും ആയിരിക്കണം. പക്ഷേ ഈ സംവിധാനം മതസൗഹാർദ്ദം അല്ല, മതവൈരമാണ് വളർത്തിയത്. 1982ൽ ഇസ്രായേൽ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള രൂപീകരിക്കുന്നത്. ഇറാന്റെ പണവും ആയുധവും കൊണ്ട് വളർന്ന ഒരു സംഘടനയുടെ പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സംഘടന എന്നാണ്. ചില മാധ്യമങ്ങൾ ഇതിനെ ഷിയ ISIS എന്ന് വിളിക്കുന്നു. ചാവേർ ആക്രമണങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ച ഹിസ്ബുള്ളയ്ക്ക് ഇന്ന് ലെബനൻ പാർലമെന്റിൽ ശക്തമായ സ്വാധീനമുണ്ട്. അതിലും ഭയപ്പെടുത്തുന്ന വസ്തുത, ലെബനന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് ഹിസ്ബുള്ളയുടെ സ്വകാര്യ സൈന്യം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയിലെ ഹമാസിനേക്കാൾ വലിയ ഭീഷണിയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിലെ എന്ത് ജനവാസ കേന്ദ്രത്തെയും ചാരമാക്കാൻ ശേഷിയുള്ള 1,20,000-ലധികം മിസൈലുകളാണ് ഹിസ്ബുള്ളയ്ക്ക് മാത്രമായിട്ടുള്ളത്. ഇതിൽ 40,000 ഗ്രാഡ് ടൈപ്പ് മിസൈലുകളും 80,000 ഫജർ ബാലിസ്റ്റിക് മിസൈലുകളും തെക്കൻ ഇസ്രായേലിൽ വരെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള 30,000 ഫത്തേ 110 മിസൈലുകളും ഉൾപ്പെടുന്നു.
സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലെ പങ്കാളിത്തം ഇവർക്ക് വലിയ യുദ്ധപരിചയവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഇസ്രയേൽ ഹിസ്ബുള്ളയെ അക്ഷരാർത്ഥത്തിൽ പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു. പേജർ, വോക്കി ടോക്കി, സൈബർ സ്ഫോടനങ്ങളിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല തകർക്കുകയും തലവനായ ഹസൻ നസ്രുള്ളയെ വധിക്കുകയും ചെയ്തു. പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയും വധിക്കപ്പെട്ടതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും കത്താൻ തുടങ്ങി. ഇതിന് പ്രതികാരമായി 2026 മാർച്ചിൽ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഇതോടെ മുൻപുണ്ടായിരുന്ന എല്ലാ വെടിനിർത്തൽ ധാരണകളും കാറ്റിൽ പറത്തപ്പെട്ടു. ഹിസ്ബുള്ള ഒരേ സമയം 100 കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടപ്പോൾ ഇസ്രയേലിന് വിഖ്യാതമായ അയൺ ഡോം പ്രതിരോധ കവചം പോലും പതറിപ്പോയി. വടക്കൻ ഇസ്രയേലിൽ നിന്നും 60,000-ത്തിലധികം ജൂത പൗരന്മാർക്കാണ് സ്വന്തം വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്. അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായും തുടച്ചു നീക്കി ഒരു സേഫ് സോൺ ഉണ്ടാക്കാതെ ഇസ്രയേലിന് നിലനിൽപ്പില്ല എന്ന് നെതന്യാഹു വാദിക്കുന്നു. ഈ ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതോടെ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത ഭാഷയിൽ ശാസിച്ചത്. ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്ന് ട്രംപ് പറഞ്ഞത് നെതന്യാഹുവിന് മേൽ അമേരിക്കയ്ക്കുള്ള ആധിപത്യം വ്യക്തമാക്കാനാണ്. തങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്ന് ട്രംപ് പുറമേക്ക് പറയുന്നുണ്ട് എങ്കിലും ഇരുവർക്കുമിടയിൽ കടുത്ത അവിശ്വാസം വളർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇസ്രയേലിനുള്ള സൈനിക സഹായങ്ങളിൽ ട്രംപ് കടുത്ത നിബന്ധനകൾ വെക്കാനുള്ള സാധ്യത ഏറെയാണ്. പുറമേക്ക് ഇവർ സഖ്യകക്ഷികളൊക്കെ ആണെങ്കിലും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീണിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ആയുധം താഴെ വെക്കാൻ കഴിയില്ല. സൈനിക വിദഗ്ധർ പറയുന്ന ഒരു വാചകമുണ്ട്: ഇസ്രയേൽ ജയിക്കുന്ന യുദ്ധങ്ങൾ അവർക്ക് താൽക്കാലിക സമാധാനം നൽകും. എന്നാൽ ഇസ്രയേൽ തോൽക്കുന്ന ഒരൊറ്റ യുദ്ധം അത് അവരുടെ അവസാനത്തെ യുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കാതെ നെതന്യാഹു പിന്മാറില്ല. അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ ഭീകരവാദം പൂർണ്ണമായും അവസാനിക്കാതെ ലെബനന്റെ കഷ്ടകാലവും തീരില്ല എന്നുറപ്പാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ശരിയാണോ, അതോ ട്രംപ് പറഞ്ഞതുപോലെ ഇത് വെറും ഭ്രാന്താണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.